ജെയിംസ് കാമറൂണിനെ ഓർമ്മയില്ലേ? ഏത്? നമ്മുടെ ടൈറ്റാനിക്. അത് തന്നെ. ലോകത്തിലെ അത്യാധുനികവും ആഡംബരവും നിറഞ്ഞ ആ കപ്പൽ തന്നെ തന്റെ ആദ്യ യാത്രയിൽ തന്നെ തകർന്നു പോയ, എന്നാൽ ഒരു യാത്രയിലും തകരില്ല എന്നുറപ്പിച്ചു പറഞ്ഞ അതേ ടൈറ്റാനിക് 1997 ജെയിംസ് കാമറൂൺ തന്നെ തന്റെ കഥയും തിരക്കഥയും സംവിധാനവും കൊണ്ട് നിർമ്മിച്ച ടൈറ്റാനിക് എന്ന സിനിമ. നമുക്ക് ടൈറ്റാനിക് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഇതൊന്നുമല്ല, നമ്മുടെ ജാക്കിനെയും റോസിനെയുമാണ് അല്ലേ? അതെ, ജാക്കായി ലിയോനാർഡോ ഡിക്കാപ്രിയോയും റോസായി കേറ്റും നിറഞ്ഞഭിനയിച്ച ടൈറ്റാനിക് ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡുകൾ വാരിക്കൂട്ടിയ എന്ന ബഹുമതിയും ഈ സിനിമയ്ക്ക് തന്നെയാണ് സ്വന്തം. പക്ഷേ ഇതിപ്പോ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ കൊല്ലത്ത് നമ്മുടെ സ്വന്തം ആശ്രമ മൈതാനത്ത് DJ അമ്യൂസ്മെന്റ്സ് ഒരുക്കുന്ന ടൈറ്റാനിക് ഇതാ എത്തിയിരിക്കുന്നു. അതേ കപ്പൽ, അതേ ആഡംബരത്തോടു കൂടി, അതേ വിസ്മയങ്ങളോട് കൂടി നമ്മുടെ സ്വന്തം ആശ്രമ മൈതാനത്ത്. അപ്പൊ എങ്ങനെ വരുമല്ലേ? കാണല്ലേ? ഇതാരാന്ന് മനസ്സിലായോ? നമ്മുടെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ആ കപ്പലില്ലേ ടൈറ്റാനിക്. ആ ടൈറ്റാനിക്കിനെ നമ്മുടെ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് ചലച്ചിത്രമായി എത്തിച്ച അതേ ജെയിംസ് കാമറൂൺ. ഇനി അടുത്ത ആളെ കാണാം, വരൂ. ഇതാരാന്ന് കണ്ടോ? പ്രണേതാക്കളുടെ സ്വന്തം ജാക്ക് ചേട്ടൻ. അതെ, നമ്മുടെ ടൈറ്റാനിക് സിനിമയിലെ നായകനായി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന ലിയോനാർഡോ ഡിക്കാപ്രിയോ എന്ന ജാക്ക്. വേറൊരു കാര്യം കൂടെ കാണിച്ചു തരട്ടെ, ഇവിടെ വെച്ച്, ഈ നടുത്തളത്തിൽ വെച്ചാണ് ജാക്കും റോസും തങ്ങളുടെ നൃത്തമാടിയത്, അവരുടെ പ്രണയം ഒരു നൃത്തത്തിലൂടെ അവതരിപ്പിച്ചത്. ടൈറ്റാനിക് ഒരു അത്യാധുനിക ആഡംബര കപ്പലായിരുന്നു എന്ന് നമുക്കറിയാം അല്ലേ? ഈ ടൈറ്റാനിക്കിൽ ലഭിക്കാത്തതായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരാൾ മാത്രം, നമ്മുടെ ജാക്ക് ഒഴികെ ബാക്കി എല്ലാവരും അതിസമ്പന്നരായിരുന്നു. അവർക്ക് കഴിക്കാനായി, അവർക്ക് പാനം ചെയ്യാനായി അല്പം സോമരസമൊക്കെ നൽകിയിരുന്നു. അതൊന്ന് കണ്ടിട്ട് വരാം നമുക്ക്. ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് അവർക്ക് വേണ്ടുന്ന സോമരസം വിളമ്പിയിരുന്നത്. ഇനി മറ്റൊരു കാര്യം കാണിച്ചു തരട്ടെ, വരൂ. ഇവിടെ ഈ വശത്തായിരുന്നു ലോകത്ത് സാധാരണക്കാർക്ക് ആർക്കും കഴിക്കാൻ കിട്ടാത്ത, ലഭിക്കാത്ത അത്രയും രുചികരമായ, അത്രയും വില കൂടിയ, അത്രയും വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ വിളമ്പിയിരുന്ന ആ ഭക്ഷണശാല. ഇവിടെ ഇരുന്നാണ് നമ്മുടെ റോസും ജാക്കും ഒക്കെ ഭക്ഷണങ്ങൾ കഴിച്ചിരുന്നത്. ഈ സിനിമയുടെ ഏറ്റവും പ്രധാനമായ വൈകാരിക മുഹൂർത്തങ്ങൾ അരങ്ങേറിയ ഇടമാണ് ഇവിടം. ഈ ഗോവണിപ്പടികൾ നമ്മുടെ ജാക്കിന്റെയും റോസിന്റെയും പ്രണയത്തിന്റെ മൂകസാക്ഷികളാണ്. ഈ നെക്ലേസ് കണ്ടോ? നമ്മുടെ ജാക്കിന്റെയും റോസിന്റെയും ദിവ്യമായ പ്രണയത്തിന്റെ ഏറ്റവും വലിയ അടയാളം. ജാക്കിന്റെ ഓർമ്മയ്ക്കായി റോസ് സൂക്ഷിച്ചിരുന്ന ആ നെക്ലേസ് ടൈറ്റാനിക് സിനിമയുടെ 2ാം ഭാഗത്തിൽ റോസ് ആ കടലിലേക്ക് വലിച്ചെറിയുന്ന അതേ നെക്ലേസ് ആണ് ഇതും. നമ്മുടെ ടൈറ്റാനിക് സിനിമയിലെ ഏറ്റവും വിവാദവും ചർച്ച ചെയ്യപ്പെട്ടതുമായ ആ രംഗം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതെ, നമ്മുടെ ജാക്ക് തന്റെ പ്രണയിനിയെ ഒരു ചിത്രമാക്കി മാറ്റുന്ന ആ രംഗം. ഈ രംഗം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇവിടെ വെച്ചാണ് ജാക്കും റോസും നമ്മളെ കാൽപ്പനികതയുടെ ഏറ്റവും മൂർധന്യത്തിലേക്ക് എത്തിക്കുന്നത്. ജാക്കും റോസും തങ്ങളുടെ പ്രണയം ആരംഭിക്കുന്നതും ഇവിടെ വെച്ചാണ്. ഈ രംഗം കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഒന്ന് പിടയ്ക്കുന്നില്ലേ? പ്രണയം ഉള്ളിൽ സൂക്ഷിച്ച ഏതൊരാളുടെയും നെഞ്ചൊന്ന് വിങ്ങില്ലേ? തൻ്റെ ജീവിതവും ജീവനെയും പിരിയാൻ തയ്യാറായി നിൽക്കുന്ന ജാക്ക്, അവനെ നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വരുന്ന റോസും. കടലാഴങ്ങളിൽ എവിടെയെങ്കിലും ഒരു ജീവന്റെ തുടുപ്പ് അവശേഷിക്കുന്നുണ്ടോ എന്ന് തിരഞ്ഞ് അവർ സഞ്ചരിച്ച ആ ബോട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതുതാ ഇവിടെയുണ്ട്. ജാക്കിൻ്റെയും റോസിൻ്റെയും പ്രണയം എന്നും ഒരു സംഗീതം പോലെ ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കൊല്ലം ആശ്രമ മൈതാനിയിൽ ഒരുക്കിയിരിക്കുന്ന ഈ DJ അമ്യൂസ്മെൻറ്റ് വിസ്മയം. ടൈറ്റാനിക് എന്ന ലോകവിസ്മയം, അതിനുള്ളിലുള്ള വിസ്മയങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു രസകരമായ കാര്യമാണ്. എറണാകുളം ജില്ലയിലെ കുറച്ച് കൂട്ടുകാർ, ചങ്ക് ഫ്രണ്ട്സ് ഒരു യാത്ര പോകാൻ തീരുമാനിക്കുന്നു. അപ്രതീക്ഷിതമായി അവർ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു. ആ സ്ഥലത്ത് അവർക്കുണ്ടാകുന്ന അവസ്ഥകളും സാഹചര്യങ്ങളും വെല്ലുവിളികളും
ഒരു സിനിമയുണ്ടല്ലോ, ആ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സിലെ അവരുടെ അതേ ഗുണ കേവ് ഈ ഗുണ കേവിൽ ഒരുക്കിയിരിക്കുന്ന അത്ഭുതങ്ങളും വിസ്മയങ്ങളും കണ്ടുവന്നാലോ? വരൂ. ഈ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ നമ്മുടെ സിജുവും സുഭാഷും പ്രസാദും സുധിയും ഒക്കെ നടന്ന അതേ ഇടനാഴികളാണെന്ന് തോന്നുന്നില്ലേ? അവരനുഭവിച്ച വിഷമങ്ങളും സംഘർഷങ്ങളും മാനസിക പീഡനങ്ങളും ഒക്കെ നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയുന്നില്ലേ? ഇതിലെ ഓരോ കോണിലും അവരെ കാണാൻ കഴിയുന്നില്ലേ? അതെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അമ്യൂസ്മെൻറ്റ്സ് ആയ DJ അമ്യൂസ്മെൻറ്റ്സ് ഒരുക്കുന്ന നമ്മുടെ ആശ്രമ മൈതാനത്തെ ഈ വിസ്മയ കാഴ്ചകളിലേക്ക് നിങ്ങളും കടന്നു വരൂ. ഈ കാഴ്ചകൾ എങ്ങനെ വീട്ടിലിരുന്നാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ലേ? നിങ്ങളുടെ കുടുംബസമേതം നിങ്ങളുടെ കുടുംബങ്ങളെ ഒന്നിച്ച് നിങ്ങൾ ഇവിടേക്ക് കടന്നു വരൂ, ആസ്വദിക്കൂ.